നമസ്കാരം. ഇറാൻ ഇപ്പോൾ കറക്റ്റ് ട്രാക്കിലാണ്. അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് എന്ന് ഇറാൻ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇറാന്റെ ശേഷി വ്യക്തമാക്കുമ്പോൾ, ഇറാന്റെ പ്രഹരശേഷി എന്താണെന്നുള്ളത് ശത്രുക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ, ശത്രുപക്ഷത്തുള്ള ആളുകൾ വലിയ പരിഭ്രാന്തിയിലാണ്. അവർ വല്ലാതെ ഭയന്നു പോയിട്ടുണ്ട്. അമേരിക്കയാണെങ്കിൽ പോലും ഇറാനെ ഭയന്ന് പുറകോട്ടോടുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടായിട്ടുണ്ട്. ഇറാൻ അമേരിക്ക ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. 2-3 ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു. 4ാം ഘട്ടം നടക്കാൻ പോവുകയാണ്. എന്തായാലും ഒരു ഭാഗത്ത് ചർച്ച നടക്കുമ്പോൾ അമേരിക്കക്ക് ഇറാന്റെ പിന്തുണയുള്ള സംഘത്തിൽ നിന്ന് കിട്ടിയ പ്രഹരം അതിശക്തമാണ്. അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ഇപ്പോൾ അമേരിക്കക്ക് കിട്ടിയ ആ പ്രഹരവുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുകയാണ്. യമനിലെ ഹൂത്തികൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ മാരകമായ പിന്തുണയാണ്. ഇറാൻ നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് അവർ അമേരിക്കയുടെ USS ഹാരി എസ് ട്രൂമാനെ ആക്രമിച്ചിരിക്കുന്നു. അമേരിക്കക്ക് കിട്ടിയ പ്രഹരം ചെറുതല്ല. അമേരിക്കയുടെ അഹങ്കാരത്തിന് അതിശക്തമായ ഒരു അടിയാണ് ഹൂത്തികൾ കൊടുത്തത്. USS ഹാരി എസ് ട്രൂമാൻ ചെങ്കടലിൽ നിന്നെടുത്ത് അമേരിക്കക്ക് ഓടേണ്ടി വന്നു. അതിനെ പിൻവലിക്കേണ്ടി വന്നു അമേരിക്കക്ക്. അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം അമേരിക്കക്ക് നഷ്ടമായി. ഹൂത്തികളുമായി യുദ്ധം പ്രഖ്യാപിച്ച് നിരവധി ഡ്രോണുകൾ അമേരിക്കക്ക് നഷ്ടമായി. ഹൂത്തികൾ ഈ ഡ്രോണുകളൊക്കെ വെടിവെച്ചിട്ടു. ഹൂത്തി കേന്ദ്രങ്ങളെ ആക്രമിക്കാനോ ഹൂത്തികളെ ഇല്ലാതാക്കാനോ അമേരിക്കക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പറയുന്നത് ഇറാൻ നൽകിയ പിന്തുണയുടെ ഭാഗമായിട്ടാണ് ഹൂത്തികൾ അമേരിക്കയെ ആക്രമിച്ചത്. അമേരിക്കക്ക് ഹൂത്തികളെ തൊടാൻ കഴിയാതിരുന്നത് ഇറാന്റെ പിന്തുണയുള്ളത് കൊണ്ടാണ്. എന്തായാലും ഇത് അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലും ഇറാന്റെ ശക്തി അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേലിനകത്ത് കാട്ടുതീ പടർന്നു പിടിക്കുകയാണ്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ കാട്ടുതീ അണക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ലോകരാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നവർ തുറന്നു സമ്മതിക്കുന്നു. 24 മണിക്കൂറായി 160ഓളം അഗ്നിശമന സേനാ വിഭാഗങ്ങൾ തുടർച്ചയായി കാട്ടുതീ അണക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഇറാനിൽ ഒരു വലിയ സ്ഫോടനം ഉണ്ടാകുന്നത്. ഈ സ്ഫോടനത്തിന് പുറകിൽ പ്രവർത്തിച്ചത് ഇസ്രായേലാണ് എന്ന വ്യാപകമായ അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു, ചില അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ഇറാൻ എന്തായാലും ആ സ്ഫോടനങ്ങളെ ചെറുതായി കാണുന്നില്ല. ഉന്നതതല അന്വേഷണം ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണം നടന്നു വരുന്നു. ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ ഇസ്രായേലിനകത്ത് കാട്ടുതീ ആളിപ്പടരുന്നു. ഇസ്രായേൽ അത് ഇറാന്റെ പണിയാണോ എന്ന് വല്ലാതെ സംശയിക്കുന്നു. സംശയം ഫലപ്പെടുന്ന പല നീക്കങ്ങളും ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഇസ്രായേൽ പൗരന്മാരെ തന്നെ ഇറാൻ വിലക്ക് വാങ്ങിച്ച് ഇസ്രായേലിനെതിരെ നീക്കങ്ങൾ ശക്തിപ്പെടുത്തുന്നു. ഇസ്രായേൽ ഏത് രീതിയിലാണോ ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്നത്, ഇറാനെ കൈകാര്യം ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെ ഇറാൻ മുന്നോട്ട് പോകുന്നു. എന്തായാലും ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാൻ നടത്തുന്ന ഈ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മാത്രമല്ല ഇസ്രായേലിനെതിരെ കടുത്ത നടപടികൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറാൻ കൈക്കൊണ്ടിട്ടുണ്ട്. ഇസ്രായേലിന് വേണ്ടി ചാരപ്പണിയെടുത്ത ഒരാളെ തൂക്കിലേറ്റാൻ ഇറാൻ വിധിച്ചിരിക്കുന്നു. ആയത്തുള്ള അലി ഖംനായി പറഞ്ഞത് ഇത് ശത്രുക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്, പ്രത്യേകിച്ച് ഇസ്രായേലിനുള്ള ഒരു മുന്നറിയിപ്പാണ്. ചാരപ്പണിയിലൂടെ ഞങ്ങളെ ഒതുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ചാരപ്പണിയെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകളെ ഞങ്ങൾ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് അത് നിങ്ങളൊന്ന് മനസ്സിൽ കുറിച്ചിടുക, നിങ്ങളൊന്ന് കരുതിയിരിക്കുക. ഞങ്ങൾ നീങ്ങാൻ പോകുന്നത് ഇത്തരം വഴികളിലൂടെയാണ്. എന്തായാലും ശത്രുപക്ഷത്ത് നിൽക്കുന്ന, ഇറാന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന അമേരിക്കയാണെങ്കിലും ഇസ്രായേലാണെങ്കിലും അവർ വല്ലാതെ ഭയപ്പെട്ടു പോയിട്ടുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹൂത്തികൾക്ക് മുന്നിൽ നിന്നും അവർ ഓടി രക്ഷപ്പെടുന്നത് ഇതാദ്യമായിട്ടല്ല. പലതവണ അവർ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. പേരുകേട്ട അവരുടെ യുദ്ധസന്നാഹങ്ങൾ, പേരുകേട്ട അവരുടെ പടക്കപ്പലുകൾ, ഈ പടക്കപ്പലുകളെയാണ് ഹൂത്തികൾ പറപ്പിച്ചത്. നിക്കക്കള്ളിയില്ലാതെയാണ് അവർ പിന്തിരിഞ്ഞോടിയത്. ഇനിയും ഹൂത്തികളുമായി ഏറ്റുമുട്ടിയാൽ അവരുടെ അഭിമാനമായ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള USS ഹാരി എസ് ട്രൂമാൻ അതും ചെങ്കടലിന്റെ ആഴങ്ങളിലേക്ക് പോകും എന്ന കാര്യം അവർക്കറിയാം. ഹൂത്തികൾ ഒരുങ്ങി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അവർക്ക് ശക്തമായ പിന്തുണ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും പ്രാദേശികമായ ചില സംഘങ്ങളെ ഞങ്ങൾ പിന്തുണക്കുന്നുണ്ട്, അവർക്ക് ഞങ്ങൾ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരെ ഞങ്ങൾ എന്നും ചേർത്ത് പിടിക്കും. അക്കാര്യത്തിൽ അമേരിക്ക ഇടപെടണ്ട എന്നുള്ള ഒരു നിലപാട് ഇറാൻ പലപ്പോഴും സ്വീകരിച്ചിരുന്നു.
ആ നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഇറാൻ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ഹൂത്തികളിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഈ തിരിച്ചടിക്ക് പുറകിൽ ഇറാനാണ് എന്ന് വ്യക്തമാക്കുന്നത്. എന്തായാലും അമേരിക്കയും ഇസ്രായേലും ഇപ്പോഴെങ്കിലും കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ഇനിയെങ്കിലും പ്രവർത്തിക്കുക. കാരണം നിങ്ങളുടെ നാട്ടിലും നിരപരാധികളുണ്ട്, സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അവർ നിങ്ങൾ നടത്തുന്ന ഈ നീക്കങ്ങൾക്കെതിരാണ്. അവർ നാളെ നിങ്ങൾ നടത്തുന്ന ഈ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ അതിൽ അവർ ഇരകളായി മാറിയേക്കാം. അതുകൊണ്ട് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ അമേരിക്കയും ഇസ്രായേലും ഇനിയെങ്കിലും ശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.